ശ്രീ വിജയകുമാർ, ഒരു താരതമ്യമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന അയ്യപ്പ ഭക്ത സംഗമം നടത്തിയത്. അതായത് സർക്കാർ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ആഹ്വാനം ചെയ്യുന്നു. അതേ അവസരത്തിൽ അതിൻ്റെ പൊള്ളത്തരം സാധാരണക്കാർക്കിടയിൽ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡൽഹിയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത്. രണ്ട് ഇടങ്ങളിലും വന്ന ജനം അല്ലെങ്കിൽ അത് സ്വീകരിച്ച ഭക്തരെ നമ്മൾ കണ്ടതുമാണ്. ഒരു ഭാഗത്ത് കസേരകൾ തികയ്ക്കുന്നതിന് വേണ്ടി ദേവസ്വം ജീവനക്കാരെ ഉൾപ്പെടെ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുണ്ട്. അതെല്ലാം വച്ചുകൊണ്ട് തന്നെ അവരെ അവിടെ ഇരുത്തി കസേരകൾ നിറയ്ക്കുന്നു. സമാപന സമ്മേളന സമയമായപ്പോഴത്തേക്കും മിക്ക കസേരകളും ഒഴിഞ്ഞ് ശൂന്യമാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഡൽഹിയിൽ അതായിരുന്നില്ല അവസ്ഥ. കുറച്ചുപേരെ ക്ഷണിക്കുന്നു, മറ്റെല്ലാവർക്കും ഇതിൻ്റെ ഒരു അറിയിപ്പ് നൽകുന്നു. പക്ഷേ നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് ഡൽഹി മലയാളി മുഴുവൻ ഒഴുകിയെത്തുന്ന ഒരു സംഗമവേദിയായി മാറുന്നു എന്ന് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നിന്നടക്കമുള്ളവർ അയ്യപ്പൻ എന്നുള്ള തങ്ങളുടെ സങ്കല്പത്തെക്കുറിച്ച് അവിടെ അങ്ങേയറ്റം വികാരാധീനരായിട്ടാണ് പങ്കുവച്ചത്. അവിടെയാണ് ഉയരുന്ന ചോദ്യം. യഥാർത്ഥത്തിൽ ശബരിമല സന്നിധാനം വികസിക്കണമെന്നും തങ്ങളുടെ അയ്യപ്പൻ ലോകത്തിൻ്റെ മുന്നിൽ അങ്ങനെ വലിയ ഒരു തങ്ങളുടെ ആരാധനാമൂർത്തിയായി നിലകൊള്ളണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന യഥാർത്ഥ വിശ്വാസി സമൂഹം അവർ ഒത്തുചേരുമ്പോൾ കൂടിയ ആ ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ആ ഒരു ഊഷ്മളത അത് എങ്ങും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല നേരത്തെ സർക്കാരിൻ്റെ സംഗമവേദിയിൽ. അതുകൊണ്ട് തന്നെ ഡൽഹിയിലുള്ള മലയാളി സമൂഹം അയ്യപ്പ ഭക്ത സംഗമം ഇതിനെ സ്വീകരിച്ചത് ഏതു രീതിയിലാണ്? അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ലായിരുന്നല്ലോ. കാരണം നേരത്തെ ശ്രീ ജലീൽ പുനലൂർ സൂചിപ്പിക്കുകയുണ്ടായി, മതനിരപേക്ഷതയുടെ ഒരു ചിഹ്നമായിട്ടാണ് സർക്കാർ ഇത് സംഘടിപ്പിച്ചത് എന്നുള്ളത്. ഡൽഹി അയ്യപ്പ സംഗമവും അതുതന്നെയായിരുന്നല്ലോ. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അയ്യപ്പ ഭക്തർ ആരൊക്കെയുണ്ടോ, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ആർക്കൊക്കെ സംസാരിക്കാൻ താല്പര്യമുണ്ടോ എല്ലാവരും വരിക എന്നല്ലേ അവിടെയും ആഹ്വാനം ചെയ്തത്. അവിടേക്കല്ലേ ഈ ആയിരങ്ങൾ ഒഴുകിയെത്തിയത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഡൽഹിയിലെ ഭക്തരുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു ഭക്തരുടെ സംഗമമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സ്പോൺസേഡ് ഭക്തരാണ്. ഞങ്ങൾ അതിനെതിരല്ല. ഞങ്ങൾ അവിടെ നടക്കുന്ന ഒരു പൊളിറ്റിക്കലോ അല്ലെങ്കിൽ ഒരു ആൾക്കാർക്കും എതിരായിട്ടല്ല ഞങ്ങൾ ഡൽഹി മലയാളികൾ അയ്യപ്പ സംഗമം നടത്തിയത്. ഇനി ഞങ്ങൾക്ക് ഒരൊറ്റ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ നടന്ന ആ സംഗമത്തിൽ അവർക്ക് ഇതെങ്കിലും ചെയ്യാമായിരുന്നു. നമ്മുടെ 2018 നമ്മുടെ ചെറുപ്പക്കാർ യുവാക്കളായ സ്വാമി ഭക്തന്മാർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ, അത് ചില യുവാക്കൾ, ചില സ്വാമിമാരുടെ അവരുടെ ജീവിതം തന്നെ മുട്ടിയിരിക്കുകയാണ്. അവർക്ക് പാസ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കേസുകൾ കുരുക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു സംഗമത്തിൽ ഇങ്ങനെ ഒരു ചർച്ചകളുണ്ടായിരുന്നു. ഈ പ്രാവശ്യമെങ്കിലും അവിടെ സംഗമം കൂടുന്നുണ്ട്, അവർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് പിൻവലിച്ചിരുന്നെങ്കിലെന്നും ഞങ്ങൾ ആശിച്ചിരുന്നു. ഞങ്ങൾ ആ സംഗമത്തിന് എതിരായിട്ടല്ല ഡൽഹി അയ്യപ്പ സംഗമം നടത്തിയത്. ഞങ്ങൾ ശബരിമല ഈ ഒന്ന് രണ്ട് ആവശ്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അയ്യപ്പ ഭക്തരുടെ ഈ കള്ളക്കേസുകളൊക്കെ എടുത്തിരിക്കുന്നത് പിൻവലിക്കണം. അവരെന്താ ചെയ്തത്? അവർ ഒരു നാമജപം ജപിച്ച് പോയേ ഉള്ളൂ. എത്ര യുവാക്കളാണ് അതിൽ പ്രശ്നമായിട്ട് ഇപ്പോഴും ഇരിക്കുന്ന കോടതികൾ കയറി ഇറങ്ങി ഇതൊക്കെ പിൻവലിക്കണം എന്നുള്ളത് ഞങ്ങളൊരു റിക്വസ്റ്റായിരുന്നു അവരോടെല്ലാം എല്ലാ ആവശ്യങ്ങളും വെച്ചത്. ഈ സംഗമം എന്ന് വെച്ചാൽ ഞങ്ങൾ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹി മലയാളികൾ ഇപ്പം ഞങ്ങൾ ഈ സംഗമം നടത്തിയിരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഡൽഹി എന്നൊരു ചെറിയൊരു സംസ്ഥാനമാണ്. ഇതിലുള്ള ആൾക്കാർ മാത്രം ഇന്നലെ അത് ഞങ്ങൾ ആരും വീട്ടിൽ പോയി പറയുമോ ഒരു കുടുംബ സംഗമം ചെയ്തിട്ടൊന്നും വന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ NCR കംപ്ലീറ്റ് മലയാളികളുണ്ട്. അത് 2018 നടത്തിയതിനേക്കാൾ വലുതായിട്ട് നടത്തും. ഞങ്ങൾ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു രീതിയിലും എവിടെ വേണമെങ്കിലും എങ്ങേ അറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ആവശ്യം അതെ, അതുതന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെയാണ് ശബരിമലയെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണവും.